ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ബ്രാഞ്ചിലാണെന്നും ആ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ബ്രാഞ്ചിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ട് ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സും ഒന്ന് ഇലക്ട്രോ ഡൈനാമിക്സുമായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റിലുള്ള ചാർജുകളെ പറ്റി പഠിക്കുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിന് അല്ലെങ്കിൽ ആ ബ്രാഞ്ചിനകത്താണ് നമ്മൾ ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഇതിനകത്ത് പ്യുവർലി നമ്മൾ ചാർജിനെ പറ്റിയാണ് പഠിക്കുന്നത്. ചാർജ് എന്ന് പറയുന്നത് ശരിക്കും മാറ്ററിന്റെ ഒരു അല്ലെങ്കിൽ എനി സബ്സ്റ്റൻസിന്റെ ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. മാത്രമല്ല എന്താണ് രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് വന്നാൽ റിപ്പൽ ചെയ്യും. നെഗറ്റീവ് വന്നാൽ അട്രാക്ട് ചെയ്യും. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, അതായത് ഒരു പ്രോട്ടോണിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് 1.6 × 10⁻19 ആണെന്നും ഇലക്ട്രോണിന്റെ വാല്യൂ നെഗറ്റീവ് 1.6 × 10⁻19 ആണെന്നും നമ്മൾ പറഞ്ഞു തന്നു. പിന്നെ ഒരു മാറ്ററിനകത്ത് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ഈക്വൽ ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും എണ്ണം ഈക്വൽ ആണെങ്കിൽ ആ മാറ്ററിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അൺചാർജ്, അല്ലെങ്കിൽ ആ കണ്ടക്ടറിനെ നമ്മൾ അൺചാർജ് എന്നോ അല്ലെങ്കിൽ ന്യൂട്രൽ എന്നോ പറയുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു മാറ്ററിലെ നെഗറ്റീവ് ചാർജിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ആ മാറ്റർ നെഗറ്റീവ്ലി ചാർജിലായിട്ട് മാറും. പോസിറ്റീവ് ചാർജ് ആണ് കൂടുതലെങ്കിൽ ആ ഇതെന്തായിട്ട് മാറും? പോസിറ്റീവ്ലി ചാർജിലായിട്ട് മാറും. തെറ്റാണല്ലോ. ഇനി ചാർജിന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ചാർജിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ചാർജ് അഡിറ്റീവ് ആണ്. അഡിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? ചാർജ് ക്യാൻ ബി ആഡഡ്. അതായത് ഒരു പാത്രത്തിനകത്ത് ഞാൻ എന്താണ് 1 ഗ്രാം പഞ്ചസാര, വീണ്ടും ഒരു 2 ഗ്രാം പഞ്ചസാര, 3 ഗ്രാം പഞ്ചസാര ഇട്ടു. മൊത്തം എത്ര ഗ്രാം പഞ്ചസാരയായി? 3, 2, 5, 1, 6. അതേപോലെ തന്നെ ചാർജിനെ 1 കൂളമ്പ്, 2 കൂളമ്പ്, 3 കൂളമ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ? മൊത്തം 6 കൂളമ്പ് ആവും. ചാർജിനെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. രണ്ടാമത്, ചാർജ് കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു. കാരണം ചാർജ് എപ്പോഴും ടോട്ടൽ ചാർജ്, ഒരു സിസ്റ്റത്തിനകത്തെ ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ള കാര്യം പഠിച്ചു. ചാർജ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ടോട്ടൽ ചാർജ്. ഞാനത് ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. എന്താ? കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു ഞാനത് പറഞ്ഞത്. അത് എന്താ? ഒരു ആപ്പിളിന് എത്ര രൂപയാന്നാ പറഞ്ഞത്? ഒരു ആപ്പിളിന് 2 രൂപയാന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2 ആപ്പിളിന് എത്ര രൂപയാവും? 2 ആപ്പിളിന് 4 രൂപ എന്ന് പറയത്തില്ല. 4 രൂപ എന്ന് നിങ്ങൾ പറയും. ഒരു ടീച്ചറിനെ വെച്ച് പറയുവാണെങ്കിൽ ടീച്ചർ പറയുമ്പോൾ 2 × 2 രൂപ എന്നേ പഠിപ്പിക്കത്തുള്ളൂ, അല്ലേ? 3 ആപ്പിൾ എന്ന് പറയുമ്പോൾ എത്ര വരും? 3 × 2 രൂപ, അല്ലേ? ശരിയല്ലേ? ഇല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ എന്ത് പറയും? ഒരു ആപ്പിളിന് 2 രൂപയാണെങ്കിൽ 2 ആപ്പിൾ 4, 6, 8, 10 അങ്ങനെ പറയും. പക്ഷെ ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ പഠിപ്പിച്ചാലേ ചിലപ്പോൾ ഇതൊന്നും അറിയാത്ത കുട്ടികൾ കാണും, അല്ലേ? അപ്പൊ ഇതേപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് ചാർജിനെ നമ്മൾ ഇ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 × 10⁻19 കൂളമ്പ്. ഓക്കെ, അപ്പം ഒരു ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുമ്പോൾ എത്രയാ? 1 × 1.6 × 10⁻19 കൂളമ്പ് ആകും. 2e എന്ന് പറയുമ്പോഴോ 2 × 1.6 × 10⁻19 കൂളമ്പ് ആകും. അങ്ങനെയാണെങ്കിൽ ne എന്ന് പറഞ്ഞാലോ n × 1.6 × 10⁻19. ഇവിടെ അതേപോലെ തന്നെ 3 ആപ്പിളിന് 3 × 2, n ആപ്പിളിന് എത്ര രൂപയാ? n × 2 രൂപ. ഓക്കെ ആണല്ലോ. അപ്പം ഒരു കണ്ടക്ടറിനകത്തുള്ള അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനകത്തുള്ള ടോട്ടൽ ചാർജിനെ നമുക്ക് ഒരു ഇലക്ട്രോണിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ Q = n × e എന്ന് എടുത്തത്. അവിടെ n = എന്തെന്ന് എടുത്തു? Q/e. സെറ്റാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ നമുക്കിപ്പോ ഒരു ഉദാഹരണം പറയാം. Q എന്ന് പറയുമ്പോൾ ടോട്ടൽ ചാർജ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കൂളമ്പ് ചാർജിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? Qന് 1 കൊടുക്കുകയും Eന് 1.6 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് n എത്രയുണ്ടെന്ന് കിട്ടും. അപ്പം അതാണ് നമ്മുടെ എന്താണ് അടുത്ത ഒരു ഇത്. അപ്പൊ നിങ്ങൾ എഴുതുക. എനിക്കൊന്നു Q = n × e വരെയാണ് നമ്മൾ എഴുതിയത്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. ഹൗ മെനി, അത് നിങ്ങൾ എഴുതിയായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ കൂടെ എഴുതിക്കോ. അന്ന ഒരു എത്ര പേജ് വിടണം? 1.5 പേജ് വിട്ടിട്ട് ബാക്കി എഴുതിക്കോ. ഹൗ മെനി ചാർജസ്
അല്ലെങ്കിൽ how many electronic charges, how many electronic charges are there in 1 coulomb charge. ഒരു കൂളംബ് ചാർജിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എന്നാണ് അർത്ഥം. അല്ല സോറി, 1 നമ്മൾ എഴുതിയ അല്ലയോ, 1 വിട്ടേരെ, ഇത് എഴുതിക്കോ. 3.2 ഇൻറ്റു 3.2 ഇൻറ്റു 10 റൈസ് ടു 20 എഴുതി കഴിഞ്ഞാൽ -20 എന്ന് എഴുതിക്കോ. അപ്പം ഇവിടെ നമുക്ക് എന്താ, നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു N ഇൻറ്റു E ആയിരിക്കും അല്ലയോ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് N ഈസ് ഈക്വൽ ടു Q ബൈ E ആയിരിക്കും. Q എത്ര ചാർജിനകത്ത് എന്താണ്, എത്ര ചാർജിനകത്ത് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്? 3.2 ഇൻറ്റു 10⁻⁻20 കൂളമ്പിനകത്ത് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 3.2 ഇൻറ്റു 10⁻20 ഡിവൈഡഡ് ബൈ എത്രയാണ് 1.6 ഇൻറ്റു 10⁻⁻90 ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെന്ത് വരും, ഇത് മുകളിൽ പോകുമ്പോൾ 3.2 ഡിവൈഡ് ബൈ 1.6 എത്രയാണ്? 2നെ ഇൻറ്റു 2 ചെയ്താൽ പോയിന്റ് മാറും. 32/16 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 10⁻⁻20 ഈ പ്ലസ് 19 മുകളിൽ വരുമ്പോൾ a⁻m ബൈ a⁻n എന്താ, a⁻m മൈനസ് n ആണ്. അപ്പൊ ഇവിടെ എന്താ മൈനസ് ഓഫ് -19 വരും, ശരിയല്ലേ? അപ്പൊ നമുക്ക് 2 ഇൻറ്റു 10⁻⁻20 പ്ലസ് 19 വരുന്നു. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 10 എത്ര വരുന്നു, -1 എന്ന് വരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം, അപ്പൊ എത്ര ഇലക്ട്രോൺസ് കാണും? 2/10 ഇലക്ട്രോൺസ് കാണും അല്ലേ? അതിന്റെ വാല്യൂ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കറക്റ്റ്, ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പം 2/10 എത്രയായിരിക്കും? 2/10 ഇലക്ട്രോൺസ് ആയിരിക്കും. 2/10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, എത്ര ഇലക്ട്രോൺസ് ആണ്? 0.2 ഇലക്ട്രോൺസ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ ചെയ്യാം. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കുക. ഹൗ മെനി ഇലക്ട്രോണിക് ചാർജ്, ഹൗ മെനി ഇലക്ട്രോണിക് ചാർജസ് ആർ പ്രസന്റ് 4.8 into 10⁻⁻17 4.8 into 10⁻⁻17 കൂളംബ്. ഇവിടെയും n ഈസ് ഈക്വൽ ടു Q ബൈ E എന്ന് എഴുതാം. 4.8 into 10⁻⁻17 ഡിവൈഡഡ് ബൈ 1.6 into 10⁻⁻19 വരുന്നു. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 3 വരുന്നു. ബാക്കി 3 into 10⁻⁻17 പ്ലസ് 19 വരുന്നു. അങ്ങനെയാണെങ്കിൽ 3 into 10⁻², അതായത് 300 ഇലക്ട്രോൺ. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം, ഞാൻ ഓരോരുത്തരും ചോദിക്കാം. അർജുൻ ഓക്കെ ആണോ? ഓക്കെ സർ, ഓക്കെ. അഭിമന്യു, അലന്, അന്ന, അനുഗ്രഹ, ഓക്കെ. ക്രിസിന്, ദീപക്, നിയ, പ്രവീൺ, ശ്രേയ കയറിയാണോ? ശ്രേയ ഓക്കെ, മനസ്സിലായോ ഇത്? ഓക്കെ, ആരോടെങ്കിലും ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാ. സംശയം ഉണ്ടെങ്കിൽ പറയാം, സംശയം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ,
അപ്പോൾ ഇത്രമേ ഉള്ളൂ അവിടെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ, ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. നമ്മൾ ഈ കൂളംസ് ലോ മുതലുള്ള സാധനങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ധനുവെ ഒരു അര പേജ് ഒരു അര പേജ് വിട്ടിട്ട് ബാക്കിയുള്ള എഴുതണം. ധനു ഓക്കെ, നോക്കിയോ, ചാർജിങ് ഓഫ് എ ബോഡി, ചാർജിങ് ഓഫ് എ ബോഡി. അടുത്ത ടോപ്പിക് അതാണ്, ചാർജിങ് ഓഫ് എ ബോഡി. ഒരു ബോഡി നമുക്ക് എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാം. അതിൽ ഒന്നാമത്തേത് ചാർജിങ് ബൈ റബ്ബിംഗ് ആണ്. ചാർജിങ് ബൈ റബ്ബിംഗ്, ബ്രാക്കറ്റിൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എഴുതാം. ചാർജിങ് ബൈ ഫ്രിക്ഷൻ എഴുതാം. നമ്മൾ പണ്ട് നമ്മുടെ കുഞ്ഞിലെ, നിങ്ങളുടെയൊക്കെ കുഞ്ഞിലെ നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പെരിമെന്റുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ ടോപ്പിക്ക് പറയുന്നത്. എന്താണെന്നറിയോ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ടീച്ചർമാർ തലയിൽ സ്കെയിൽ റബ്ബ് ചെയ്തിട്ട് പേപ്പറിന് മണ്ടയ്ക്ക് കാണിക്കാൻ പറഞ്ഞിട്ട് ആ പേപ്പർ അതിലോട്ട് അട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരിക്കണം അല്ലേ? കുഞ്ഞു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവമാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ആ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അത് എന്താണ് സംഭവിക്കുന്നത് അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിന് സാധ്യതയുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. ചെറിയൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിന് സാധ്യതയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ എഴുതാം, ചാർജിങ് ബൈ റബ്ബിംഗ് creates static electricity or frictional electricity. Charging by rubbing creates static electricity or frictional electricity. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പോവാം. ഈസ് മാസ് ഓഫ് ഇപ്പം നമുക്ക് എന്താ എടുക്കേണ്ട, ഒരു മാസ് ഓഫ് ബോഡി എന്ന് തന്നെ എടുക്കാം. ഈസ് മാസ് ഓഫ് ബോഡി affected due to charging by ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണേ, ചാർജിങ് ബൈ റബ്ബിംഗ്. ആക്ച്വലി സ്കെയിലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ കോംബോ നമ്മുടെ ഹെയറിൽ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിന് ചാർജിന് ഇല്ലേ, ഇത് ചാർജിലാവും ഇല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ അവരുടെ മാസിന് അവരുടെ മാസിന് വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടോ? അനുഷ്കയുടെ അഭിപ്രായം ഇല്ല. അത് എന്താണ് ഇവിടെ ഇല്ല. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അതായത് ഞാൻ ഇത് എൻ്റെ ഹെയറിന്റെ ഒരു പീസാണ്. ഓക്കെ, ഇത് സ്കെയിലാണ്. ഈ സ്കെയില് ഹെയറിലോട്ട് ഞാൻ റബ്ബ് ചെയ്യുമ്പോഴാണല്ലോ ഇവിടെ ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്കെയിലിന്റെയോ അല്ലെങ്കിൽ മുടിയുടെയോ മാസിന് ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ, അല്ലെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മുടിയുടെ മാസ് കൂടുന്നു കുറയുന്നു, അല്ലെങ്കിൽ സ്കെയിലിന്റെ മാസ് കൂടുക കുറയുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ അവിടെ കൂടുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. കാരണം എല്ലാവരുടെയും ചിന്ത, അയ്യോ നമ്മൾ അത് വരയ്ക്കുന്ന സമയത്ത് തേയ്മാനം ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അത് മാസ് കുറയുന്നത്, അല്ലേ? ആണോടാ? പക്ഷെ അങ്ങനെയല്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഏതാ? എടാ, മാസ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും എന്തുവാ പ്രശ്നമുണ്ടോ? അതെങ്ങനെ കുറയുന്നുള്ള നിന്റെ സംശയത്തിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് സ്കെയിലേല് ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഹെയർ ഇത് സ്കെയില് അല്ലെങ്കിൽ കോംബോ എന്തെങ്കിലും ആയിരിക്കും. എങ്ങനെയാ ഈ സ്കെയിലിൽ പേപ്പർ അട്രാക്റ്റഡ് ആവുന്നത്? ഈ ഹെയറിൽ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകളുണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ
ആ ആറ്റത്തിൽ ഇരിക്കണമെന്ന് ഒരു താല്പര്യമില്ലാതെ ലൂസ്ലി പാക്ഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്നാൽ എല്ലാ ആറ്റത്തിന്റെ ഇപ്പൊ മുടിക്കകത്തുള്ള എല്ലാ ആൾക്കാരുടെ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യത്തില്ല, ട്രാൻസ്ഫർ ചെയ്യത്തില്ല. പകരം ചില ആറ്റങ്ങളുടെ ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺ ലൂസ്ലി പാക്ഡ് ആണെങ്കിൽ ആ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും, ഇങ്ങനെ വേണ്ട എപ്പോഴും ഇളകി പോകുന്ന രീതിയിൽ അവിടെ ഇരിക്കും. അപ്പം ഈ സ്കെയിൽ ഇതേ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് മാറി വേണ്ട ഇതിലോട്ട് ട്രാക്ക് ചെയ്തിരിക്കും. ഇവിടെ നിന്ന് മാറി എന്ത് ചെയ്യുന്നു, ഇവിടെ ട്രാക്ക് ചെയ്തിരിക്കും. ഇവിടെ നിന്ന് മാറി ഇവിടെ ട്രാക്ക് ചെയ്തിരിക്കും. ഇവിടെ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ചാർജ് ട്രാൻസ്ഫേർഡ് ആയി. ശരിയല്ലേ? റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് ഇവിടെ വന്നു. എന്നിട്ട് ഈ സ്കെയിലിനെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ പേപ്പറിന്റെ മണ്ടയ്ക്ക് ആണെങ്കിൽ പേപ്പർ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോണുകളോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ ആയില്ല. എങ്ങനെയാണ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഒരു ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? ഒരു ഇലക്ട്രോണിന്റെ മാസ് ME എത്രയാണ് പഠിപ്പിച്ചിട്ടുണ്ട്? 9.1 × 10⁻³ kg. ഇത് 9.1 × 10⁻³ എന്ന് പറയുമ്പോൾ പ്രാബല്യത്തിൽ എത്രയാണെന്ന് അറിയാമോ? നോക്കിയോ, 0.00 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 91 കിലോഗ്രാം. ശരിക്കും ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ? ഇത്രയുമേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുമ്പോൾ മാസ് കുറവാണെങ്കിലും ഇത്രയും മാസ് ഇവിടെ കുറഞ്ഞു, ഇവിടെ കൂടിയോ? 2 ഇലക്ട്രോൺ പോകുമ്പോൾ അത്രയും മാസ് ഇവിടെ കുറഞ്ഞു, ഇവിടെ കൂടി. മൂന്നാമത്തെ ഇലക്ട്രോൺ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ അത്രയും മാസ് ഇവിടെ കുറഞ്ഞു, ഇവിടെ കൂടി. നാലാമത്തെ മാസ് ഇവിടെ എന്ത് ചെയ്തു, നാലാമത്തെ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയപ്പോൾ അത്രയും മാസ് ഇവിടെ കുറഞ്ഞു, ഇവിടെ കൂടി. അപ്പൊ മാസ് അഫക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ മെൽവിനെ? ഉണ്ട്. ഒരു ഇലക്ട്രോണിന്റെ മാസ് വളരെ കുറവാണ്, നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞാലും മാസ് അഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം അഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അവിടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ ഉത്തരം. തെറ്റാണോ? ക്ലിയർ ആണല്ലോ? ഇനി ചാർജിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ പറഞ്ഞു സോഡിയം 11 ആണ്. ഇതിനകത്ത് പ്രോട്ടോണിന്റെ എണ്ണം 11, ഇലക്ട്രോണിന്റെ എണ്ണം 11. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 1. സ്റ്റേബിൾ ആവാൻ വേണ്ടി ഒരു ഇലക്ട്രോണിനെ കളയണം. അങ്ങനെ കളഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണം 11 തന്നെ, ഇലക്ട്രോണിന്റെ എണ്ണം 10. അപ്പോൾ ഇവിടെ ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ട് എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് ചാർജ് കൂടുതല. അതാണ് സോഡിയത്തിന്റെ മണ്ടയ്ക്ക് കയറുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ കുറഞ്ഞു, അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. രണ്ടാമത്തെ ഇലക്ട്രോൺ കുറഞ്ഞു, രണ്ടാമത്തെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. 3 ഇലക്ട്രോൺ പോയി, മൂന്നാമത്തെ പോസിറ്റീവ്. അപ്പം ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആയിട്ട് മാറുന്നു, ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആയിട്ട് മാറുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ നോട്ടിനകത്ത് പറഞ്ഞായിരുന്നു, ഒരു മാറ്ററിനകത്ത് കൂടുതൽ പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി, കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. മനസ്സിലായോ? ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്. സെറ്റാണല്ലോ? ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് അത്. അതുകൊണ്ട് അതായിട്ട് തന്നെ തരാം, അതിന്റെ ആൻസർ ആയിട്ട് തന്നെ തരാം, എഴുതിയെടുത്തോളൂ. ഇത് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കണം. അന്ന കത്തുന്നുണ്ടോ? അന്നയുടെ പേര് ചോദിച്ചു. ഓക്കെ, അതിന്റെ നോട്ടും കൂടെ എഴുതിയെടുത്തോളൂ. അപ്പം ഈ മാസ് ഓഫ് ബോഡി അഫക്റ്റഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എന്താ? യെസ്. ഓക്കെ, ഇനി അതിന്റെ റീസൺ അല്ലെങ്കിൽ ജസ്റ്റിഫൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് 9.1 × 10⁻³ kg. Even though this value is very small, one body loses it and other loses electron and other gains it while rubbing.
So a positively charged body loses electrons. So already so so a positively charged body loses electrons and its mass decreases. A negatively charged body gains electron and its mass increases. Atom. Oh, ido and ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് മൂന്ന് രീതിയിൽ ഒരു ബോഡി ചാർജ് ചെയ്യാൻ പറ്റും. ഒന്ന് ചാർജിങ് ബൈ റബ്ബിങ്, ഇപ്പൊ പറഞ്ഞ ടോപ്പിക്ക്. രണ്ടാമത്തത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇപ്പം നമുക്കറിയാലോ നമ്മുടെ മാർക്കറ്റിൽ വയർലെസ് ചാർജേഴ്സ് അവൈലബിൾ ആണല്ലോ. എങ്ങനെ അത് ചാർജ് ചെയ്യുന്നത്? ജസ്റ്റ് അതിന്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ ചാർജ് ആവും അല്ലേ? അത് എന്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഫോൺ ചാർജ് ആവുന്നത്? അടുത്തുകൊണ്ട് വെക്കുക. അത് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡക്ഷനാണ്. കാരണം എന്തുവാ, നിങ്ങൾ ജന്മം ചെയ്താൽ പഠിക്കത്തില്ല. ഞാൻ നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കുക, പഠിക്കടാ എന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുക അല്ലേ മെൽവിനെ? ഇത്തവണ ഞാൻ തരാം. ഓക്കെ, ഇവിടെ നോക്കിയോ. ഓക്കെ, അപ്പം നോക്കിയോ. അപ്പം എന്താണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നോക്കിയോളൂ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ എഴുതാം. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഈ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എഴുതാനൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഇൻഡക്ഷൻ എന്താണ് അല്ലെ എങ്ങനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പറയാണ്. ഓക്കെ, ഞാൻ സ്റ്റെപ്പ് വണ്ണില് ഒരു അൺചാർജ്ഡ് ബോഡി എടുത്തിട്ട് അൺചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ? ഇടിക്കും ഞാൻ. ചാർജ്ഡ് ബോഡി ചാർജ് ഇല്ലാത്ത ബോഡി എന്ന് പറയല്ലെന്ന് മിനിയാന്നേ പറഞ്ഞതാ. അൺചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? അൺചാർജ്ഡ് ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ന്യൂട്രൽ ഉദ്ദേശിക്കുന്നത് അതിനകത്തുള്ള പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും എണ്ണം ഈക്വൽ ആണ്. അതായത് ഇതിനകത്ത് 5 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 5 നെഗറ്റീവ് ചാർജ്. ചാർജ് ഇല്ലാത്തെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ചാർജ് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റും ഇല്ല. ഈ ലോകത്തെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങളും ഉണ്ട്. ആറ്റത്തിനകത്ത് എന്തായാലും പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ട്. പ്രോട്ടോണും ഇലക്ട്രോണും എന്തായാലും ചാർജ് ആണ്. അപ്പൊ എന്തായാലും എല്ലാത്തിനകത്തും എന്തുണ്ടാവും? ചാർജ്. ശരിയല്ലേ? അല്ലേ? അപ്പം ഇത് ഞാനൊരു അൺചാർജ്ഡ് ബോഡി കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ അൺചാർജ്ഡ് ബോഡി അടുത്തോട്ട് സ്റ്റെപ്പ് 2 ഞാൻ എന്ത് കൊണ്ടുവരാന്ന് അറിയാമോ? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടർ കൊണ്ടുവരാൻ പോകും. അതായത് അൺചാർജ്ഡ് ബോഡിയുടെ അടുത്തോട്ട് ഞാനൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി കൊണ്ടുവരാൻ പോകും. ഓക്കെ, അപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി കൊണ്ടുവരുന്ന സമയത്ത് സ്റ്റെപ്പ് 3 എന്ത് സംഭവിക്കാന്ന് അറിയാമോ? ഇതിനകത്തുള്ള ഈ ചാർജിന്റെ അലൈൻമെന്റിന് ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അലൈൻമെന്റ് അല്ല, ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഈ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള പോസിറ്റീവ് എല്ലാം ഈ അറ്റത്തേക്ക് അക്യുമുലേറ്റ് ചെയ്യുകയും അതിന്റെ നെഗറ്റീവ് എല്ലാം
ഈ സൈഡിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ? സ്റ്റെപ്പ് 4ൽ നടക്കുന്നത് ഞാൻ ഈ ഒരു സൈഡ് അങ്ങ് എർത്ത് ചെയ്യാൻ പോവാം. എർത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിലൊക്കെ അറിയാം, നമുക്ക് എർത്ത് കണക്ഷൻ ഉണ്ട്. നമ്മുടെ മെയിൻ സ്വിച്ചിന്റെ പുറകിൽ കൂടെ ഭൂമിക്ക് അടിയിലോട്ട് വെളിയിൽ കൂടി ഒരു കണക്ഷൻ പോകുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ കറണ്ട് ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ അത് ഭൂമിക്ക് അടിയിലോട്ട് ഇപ്പം പെട്ടെന്നൊരു എന്താണ് വയറിങ് ഇടിമിന്നൽ വന്നു, അല്ലെങ്കിൽ വയറിങ്ങിന് ഷോർട്ടേജ് ഉണ്ടായി, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പൊ അതൊക്കെ എക്സ്ട്രാ വേരിയേഷൻസ് ഒക്കെ ഇങ്ങനെ എർത്ത് ചെയ്ത് കളയാൻ വേണ്ടിയാണ് ആ കണക്ഷൻ. നമ്മുടെ സോക്കറ്റിലെ ഏറ്റവും വലിയ പിന്നെ എർത്ത് കണക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടെർമിനൽ, ഏറ്റവും വലിയ വണ്ണമുള്ള. ഓക്കെ ആണോ? അത് തന്നെ. ഓക്കെ. അപ്പം ഇവിടെ എന്താ, അടുത്ത നാലാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ഇതിനെ എർത്ത് ചെയ്യാം. എർത്തിന്റെ സിമ്പൽ ഇങ്ങനെയാണ്. ഓക്കെ. അങ്ങനെ എർത്തിന്റെ സിമ്പൽ ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് ചാർജ് എല്ലാം എന്ത് ചെയ്തു? ഭൂമിക്ക് അടിയിലോട്ട് പോയി. പിന്നെ സ്റ്റെപ്പ് 5നകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? പോസിറ്റീവ്. അത് ഇങ്ങനെ യൂണിഫോം ആയിട്ട്. അപ്പൊ അൺചാർജ്ഡ് ബോഡിയിൽ നിന്ന് ഇതിപ്പോ എന്ത് ചാർജ് ആയിട്ട് മാറി? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറി. ഇതാണ് ശരിക്കും നമ്മുടെ വയർലെസ് ചാർജറിനകത്ത് നടക്കുന്ന പരിപാടി. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പൊ ഇത് ഇതേപോലെ തന്നെ ഒന്ന് വരച്ചങ്ങോട്ട് വെച്ചാൽ മതി, വേറെ ഒന്നും. ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി തരാം. ഇത് സ്റ്റെപ്പ് 3, ഇത് സ്റ്റെപ്പ് 4, ഇത് സ്റ്റെപ്പ് 5, ഇത് സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 1. അഭിലാഷേ, വണ്ടിയിടാ, അപ്പ വണ്ടി
ഓക്കെ, അടുത്തത് മൂന്നാമത്തെ, നമ്മൾ മൂന്നാമത്തെ ചാർജിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ചാർജിങ് 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 ബൈ 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 ഡയറക്റ്റ് കോണ്ടാക്ട്, ഡയറക്റ്റ് കോണ്ടാക്ട്, ചാർജിങ് ബൈ ഡയറക്റ്റ് കോണ്ടാക്ട് ഈസ് കോൾഡ് അത് ഒരു ഇതായിട്ട് അങ്ങ് എഴുതിയത് മൂന്നാമത്തെ, ചാർജിങ് ബൈ ഡയറക്റ്റ് കോണ്ടാക്ട് ഈസ് കോൾഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇനി നമ്മൾ ശരിക്കും ഈ ഇതിനകത്തെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. അതിന്റെ ആദ്യത്തെ ടോപ്പിക് കൂളംസ് ലോ ആണ്. എഴുതിക്കുക, ഇവിടെ മുതൽ കൃത്യമായിട്ട് പഠിക്കണേ. കൂളംസ് ലോ, അടുത്ത ഹെഡിങ് കൂളംസ് ലോ. ഈ കൂളംസ് ലോ എന്താണെന്നറിയാം, നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റുകളുടെ മാസിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അവരുടെ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. പ്ലസ് വണ്ണിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അത് പഠിച്ചിട്ടുണ്ട്, ആണോ? അതേപോലെ തന്നെ ചാർജുകളുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൾഷനെ പറ്റിയും പറയുന്ന ഒരു ലോ ആണ് എന്ത്, കൂളംസ് ലോ. സെയിം കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. 1 കൂളംബ് ചാർജ് ഇവിടെയും 1 കൂളംബ് ചാർജ് ഇവിടെയും. ഇത് പോസിറ്റീവാ, ഇതും പോസിറ്റീവാ. ഇവർ തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഇപ്പൊ ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉണ്ടെന്ന് എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 1 കൂളംബ് ചാർജിനെ ഇവിടെയും ഈ 1 കൂളംബ് ചാർജിനെ ഞാൻ ഇവിടെയും വെച്ചിരിക്കുക. ഇപ്പോഴോ അതെന്താ ഇല്ലാതെ? കുറയും. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇപ്പോഴോ 1 കൂളംബ് ചാർജ് ഇവിടെയും 1 കൂളംബ് ഞാൻ ഇവിടെയും വെച്ചിരിക്കുക. ഇപ്പോഴോ? അപ്പൊ കുറഞ്ഞ് അപ്പൊ ദൂരം കൂടുമ്പോൾ ഇവർ തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സിന് എന്ത് സംഭവിക്കുന്നു മനസ്സിലായി? കുറയുന്നുള്ള. അപ്പം ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ആണല്ലോ. ഇനി ഒരു കാര്യം തന്നെ പറയാം. ഈ 1 കൂളംബ് എന്നുള്ളത് ഇത് ഞാൻ 100 കൂളംബ് ആക്കിയിട്ട് ഈ പോയിന്റിൽ തന്നെ വെച്ചിരിക്കുക. 1 കൂളംബ് എന്നുള്ളത് 100 കൂളംബ് ആക്കുക, 100 കൂളംബ് ആക്കിയിട്ട് ഈ പോയിന്റിൽ തന്നെ വെച്ചിരിക്കുക. ഇപ്പോഴോ ഇവർ തമ്മിൽ നേരത്തെ റിപ്പൾഷൻ ഇല്ലെന്നാ പറഞ്ഞത്, ഇവർ തമ്മിൽ. ഇപ്പോഴോ എന്താ കാരണം? ആ ചാർജ് കൂടിയപ്പോൾ ഈ പൊസിഷനിൽ വെച്ചാലും ഇവർ തമ്മിലുള്ള ഒരു റിപ്പൾഷൻ എന്തായാലും ഉണ്ടാവും. അതിനർത്ഥം എന്തുവാ? ചാർജ് കൂടിയപ്പോൾ അതായത് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടിയപ്പോൾ അവിടെ റിപ്പൾഷൻ ആണെങ്കിലും അട്രാക്ഷൻ ആണെങ്കിലും എന്ത് ചെയ്തു? കൂടി. മനസ്സിലായോ? അപ്പൊ അതേ ഉള്ളൂ കൂളംസ് ലോ പറയുന്നത്, അത്രേ ഉള്ളൂ. അതായത് കൂളംസ് ലോ പറയുന്നത് ഇതാണ്. ഞാൻ ആ ഒരു ജസ്റ്റ് ഒരു പടവും കൂടെ വരയ്ക്കാം. നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഒരു Q1 ഒരു ചാർജ്, ഇത് Q2 ഒരു ചാർജ്. ഇത് ഒരു പോസിറ്റീവ് ആണ്, ഇത് ഒരു പോസിറ്റീവ്. ഇത് പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും, പോസിറ്റീവ് ആവും. പോസിറ്റീവ് നെഗറ്റീവ് ആയി ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ്. പോസിറ്റീവോ നെഗറ്റീവ് ആയി ഇവർ തമ്മിൽ എന്ത് ഫോഴ്സാണ്? റിപ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, എന്ത് ഫോഴ്സ് ആണെങ്കിലും ആ ഫോഴ്സ് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണെന്നറിയോ? ഇവര് തമ്മിലുള്ള അല്ലെങ്കിൽ ഇവരുടെ മാഗ്നിറ്റ്യൂഡിന്റെ, ഇവരുടെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ പ്രൊഡക്റ്റ് ഓഫ്, നമ്മളവിടെ പഠിച്ചെന്താ? പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് 2 ബോഡീസ് എന്നാ പഠിച്ചത്, ഓർക്കുന്നുണ്ടോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 ചാർജസ് എന്ന് മാത്രം ചേർത്താൽ. അതായത് ഇതിന്റെ വാല്യൂന്റെയും ഇൻറ്റു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സാധനവുമല്ല. കഴിഞ്ഞ വർഷം സാധനം എന്നാണ് കുറച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇതിന്റെ ഇപ്പൊ നമ്മൾ നോക്കിയോ, മറ്റേ ആദ്യത്തെ കേസിൽ 1 കൂളംബ് അപ്പൊ എന്താ 1 into 1 ഡിപ്പെൻഡ് ചെയ്യും. മറ്റേ 100 അപ്പൊ അത് എങ്ങനെയാ? 100 into 100 എത്രയാ? 10,000 ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിപ്പം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയേ, ഈ Q1 ഈ ഡയറക്ഷനിലോട്ടായിരിക്കും ഫോഴ്സ് കൊടുക്കുന്നത്, ശരിയല്ലേ? റിപ്പൾസീവ് ഫോഴ്സ് ആണെങ്കിൽ. അതേപോലെ തന്നെ ഇവൻ ഇങ്ങോട്ടേക്കും ഫോഴ്സ് കൊടുക്കും, ശരിയല്ലേ? ഇത് ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണല്ലോ.
ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു r ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് ആ സ്റ്റേറ്റ്മെന്റും കൂടെ എഴുതാം. ഇത്ര ആ പടം വരച്ചിട്ട് ആ സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്ന് എഴുതിക്കേ. ഇത്ര ആ പടം, ഈ പടം ഒന്ന് വരച്ചു, ഈ ഒരു പടം വരച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്ന് എഴുതിക്കേ. Force of attraction, force of attraction, force of attraction, or force of repulsion, force of repulsion between two charges separated by a distance r is directly proportional to, directly proportional എന്ന് പറയുമ്പോൾ എന്താ? a directly proportional to b എന്ന് പറഞ്ഞതിനർത്ഥം b കൂടിയാൽ a കൂടും, b കുറഞ്ഞാൽ a കുറയും. തിരിച്ചും a കൂടിയാൽ b കൂടും, a കുറഞ്ഞാൽ b കുറയും എന്ന അർത്ഥം ആണല്ലോ. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാം. അതായത് force of attraction or force of repulsion between two charges separated by a distance r is directly proportional to the product of magnitude of two charges and inversely proportional to square of distance between them, ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഇപ്പൊ a ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു b എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? a കൂടിയാൽ b കുറയുമെന്നാണ്, അല്ലെങ്കിൽ b കൂടിയാൽ a കുറയുമെന്നാണ്. മനസ്സിലായോ? അതെങ്ങനെ വേണമെങ്കിൽ സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എഴുതാം. നോക്കിയോ, ഈ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? Q1, പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് എന്നാണ് പറയുന്നത്. അപ്പൊ Q1 × Q2 ആണോ? ആണല്ലോ. ഇനി എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അല്ലേ? ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് എനി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നാണ് പറയുന്നത്. ഇൻവേഴ്സ് സ്ക്വയർ ലോ, അതായത് കൂളംസ് ലോ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ ഗ്രാവിറ്റേഷണൽ ലോയും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്തിട്ട് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഫിസിക്സിൽ പ്രൊപ്പോർഷണാലിറ്റി സൈൻ വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഫ്രം ദ വേർഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ്? അതിനകത്ത് ഒരു ഈക്വൽ ടു സൈൻ ആണ്, അതാണല്ലോ ഇക്വേഷൻ, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു ആക്കാൻ വേണ്ടി നമ്മൾ ഫിസിക്സിൽ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താ? ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എഫ് ഈക്വൽ ടു ആക്കുന്നു k × Q1 Q2 ഡിവൈഡ് ബൈ എന്താ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കി കെയുടെ വാല്യൂ പറയാൻ പോവാം. ഇഫ് ദ മീഡിയം ഈസ് എയർ ആണെങ്കിൽ കെയുടെ വാല്യൂ എന്താണെന്ന് അറിയാമോ? 1/4πε0. ഇത് എപ്സിലോൺ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതും. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം, അതവിടെ നിൽക്കട്ടെ. എപ്സിലോൺ 0. ഇനിയും if medium is other than air, if medium is other than air, k is equal to 1/4πε ആണ്. അതിൽ ഈ എപ്സിലോണും എപ്സിലോൺ സീറോയും എന്താണെന്നറിയാമോ? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയവും പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് അഥവാ എയറുമാണ്.
എപ്സിലോൺ 0 എന്ന് പറയുന്നത് നോക്കിക്കോളൂ, എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ എയർ എന്ന് വേണേൽ എടുക്കാം, എയർ. അതിന്റെ വാല്യൂ ഉണ്ട്, എപ്സിലോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.854 ഇൻറ്റു 10⁻⁻12. അതിന്റെ യൂണിറ്റും പഠിച്ചോണം, കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ്, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ്. അത് ഓരോ മീഡിയത്തിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ആ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ മാറും. നമുക്ക് ഇതിനെ മാത്രം പഠിച്ചാൽ മതി, ന്യൂമറിക്കൽ ഒക്കെ ചെയ്യുന്ന ഇതാ. കാരണം നമ്മളെല്ലാം എക്സ്പെരിമെന്റ് എവിടെ വെച്ചാൽ ചെയ്യുന്നത്? വെള്ളത്തിനടി വെച്ചാണ്, എയറിൽ. പിന്നെ ഇത് ഓർത്ത് വെച്ചാൽ. ഇനി നമുക്ക് ഈ പറഞ്ഞ ന്യൂമറിക്കൽ എളുപ്പമാക്കാൻ വേണ്ടി 1/4πε0 വാല്യൂ മൊത്തത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് 1/4πε0 എന്ന് പറയുമ്പോൾ എന്താ, 4 പൈക്ക് 3.14 ഇതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 9 × 10⁻9. പിന്നെ ഇതിന് വേണം യൂണിറ്റ് എഴുതാം. ഒരു പ്രാവശ്യം MCQ ആയിട്ട് ചെയ്താ ഈ 1/4πε0 യൂണിറ്റ് എന്താ? എപ്സിലോണിന്റെ യൂണിറ്റ് എന്താ? കൂളം സ്ക്വയർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താ? ഇവിടെ 4-നും പൈക്ക് യൂണിറ്റ് ഇല്ല. അപ്പൊ പിന്നെ ഇവന്റെ യൂണിറ്റ് നേരെ മുകളിൽ പോകുന്ന ഇവന്റെ യൂണിറ്റ്. അപ്പൊ നേരെ തിരിച്ചെഴുതിയാൽ മതി, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. എന്താണ് ഈ പെർമിറ്റിവിറ്റി? അങ്ങോട്ട് ഇങ്ങോട്ടും കടത്തി വിടുന്ന ഇതെന്താ, കടത്തുവെള്ളം? പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ 1 കൂളംബ് ഇവിടെയും 1 കൂളംബ് ഇവിടെയും വെച്ചപ്പം ഇവർ തമ്മിൽ ഒരു ഇത് വന്നത്, റിപ്പൾഷൻ വന്നത്? ഇവരുടെ ചുറ്റിനും ഒരു ഫീൽഡ് ഉണ്ട്, ഇവന്റെ ചുറ്റിനും ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡ് എപ്പം അടുക്കുന്നോ അപ്പൊ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ഷൻ വരും. ഈ 1 കൂളംബിന്റെ ഫീൽഡിന്റെ റേഞ്ച് ആയിരിക്കത്തില്ല എന്തിനാ? 100 കൂളംബിന്. 100 കൂളംബിന് വേണ്ടി ഈ ഒരു റേഞ്ച് കാണും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ആ അടുത്ത് വെച്ചപ്പോഴും അങ്ങനെ വന്നത്. അത്രയും ദൂരത്ത് വെച്ചപ്പോഴും 100 കൂളംബിന് എഫക്റ്റ് വന്നതെന്നുള്ളതിന്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡൊക്കെ ഇതുവഴിയാണ് കടന്നു പോകേണ്ടത്. ഇമാജിനറി കൺസെപ്റ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റുമോ അവിടുന്ന് ഫീൽഡ് കഴിഞ്ഞൊന്നും? ഇല്ല. പക്ഷെ അടുത്ത് വരുമ്പോൾ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നത് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? അപ്പം ഈ മീഡിയത്തിൽ കൂടെ അല്ലേ ഇലക്ട്രിക് ഫീൽഡ് എല്ലാം കടന്നു പോകുന്നത്. പെർമിറ്റിവിറ്റി എന്താണെന്നറിയോ? പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഓരോ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്തൂടെ അല്ലെങ്കിൽ ആ മീഡിയത്തിനകത്തൂടെ ഈ ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടാതിരിക്കാനുള്ള ടെൻഡൻസി. ശ്രദ്ധിച്ചോണം. അടുത്ത മാഗ്നറ്റിസത്തിൽ വരുമ്പോൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം പഠിക്കും. അത് കടത്തി വിടാനുള്ള ടെൻഡൻസി, മാഗ്നറ്റിക് ഫീൽഡിനെ ഇത് കടത്തി വിടാതിരിക്കാനുള്ള ടെൻഡൻസി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, കടത്തി വിടാതെ എങ്ങനെ അത് തമ്മിൽ ഫോഴ്സ് ഉണ്ടെന്ന് മനസ്സിലായത്? ഫോഴ്സിന്റെ ഇക്വേഷൻ വരെ നമ്മൾ കണ്ടുപിടിച്ചില്ല, അപ്പൊ അത് കടത്തി വിടുന്നത് കൊണ്ടല്ലേ? ശരിക്കും എപ്സിലോൺ അല്ലല്ലോ, നമ്മൾ എപ്സിലോൺ മുകളിലല്ല എഴുതിയത്. 1/4πε0 തന്നെ ഇങ്ങനെ താഴെയാണ്. ഈ 1/ε0 എന്ന് പറയുമ്പോൾ എന്താ? എപ്സിലോണിന്റെ നേരെ ഓപ്പോസിറ്റ്. മനസ്സിലായോ? അപ്പം എപ്സിലോൺ കടത്തി വിടാത്ത ടെൻഡൻസി ആണെങ്കിൽ 1/ε0 എന്ത് കടത്തി വിടുന്ന കൺസെപ്റ്റ് ആയിട്ട് മാറി എന്ന് ഓർത്തു വെക്കുക. ബ്രെയിനെ ഹാക്ക് ചെയ്ത് അങ്ങനെ പഠിക്കുക. മനസ്സിലായോ? എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീഡിയത്തിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടാതിരിക്കാനുള്ള ടെൻഡൻസിയാണ്. പക്ഷെ ഇവിടെ കടത്തി വിട്ടുകൊണ്ടല്ലേ ഈ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റി, ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത്, അല്ലേ? അപ്പം കടത്തി വിടാത്ത സാധനം വെച്ചിട്ട് എങ്ങനെയാ കടത്തി വിടുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചത്? അപ്പൊ ഇവിടെ ചിന്തിച്ചാൽ മതി, എപ്സിലോൺ മുകളിലല്ല, ഇവിടെ എപ്സിലോൺ എവിടെ? ഡിനോമിനേറ്ററില്ല. അപ്പൊ 1/ε0 ആണ് ശരിക്കും പ്രാബല്യത്തിൽ വരുന്നത്. 1/ε എന്ന് പറയുമ്പോൾ എപ്സിലോണിന്റെ ഓപ്പോസിറ്റ്. എപ്സിലോൺ കടത്തി വിടുന്ന ടെൻഡൻസി ആണെങ്കിൽ 1/ε0 കടത്തി വിടാത്ത ഒരു കൺസെപ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. വേറെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. മനസ്സിലായോ? തൽക്കാലം ഇങ്ങനെ വേണമെങ്കിൽ മലയാളത്തിൽ അവിടെ എഴുതി വെച്ചോണം. എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിലൂടെ ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടാതിരിക്കാനുള്ള ടെൻഡൻസി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ തെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ എയറിലെയും മീഡിയത്തിലെയും ഇക്വേഷൻ നമുക്ക് എഴുതാം. എഫ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ എന്താ R സ്ക്വയറും, എഫ് മീഡിയം എന്ന് പറയുന്നത് 1/4πε Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ ആണ് എഴുതിയിട്ട് ഒരു ചില്ലിൻ കൂട്ടിനകത്താക്കി വെക്കുക.
രണ്ട് ചാർജുകളുടെ ഇടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കൂളംസ് ഇക്വേഷൻ അല്ലെങ്കിൽ കൂളംസ് ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൂടെ എഴുതിക്കോ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എന്താ റിലേറ്റീവ് പെർമിറ്റിവിറ്റി? എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും റേഷ്യോ രണ്ട്, അതായത് ഏതെങ്കിലും ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ എയറിന്റെ പെർമിറ്റിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് permittivity of medium to permittivity of of air. അതായത് ഡിനോട്ട് ചെയ്യുന്നത് എപ്സിലോൺ ആർ എന്നാണ്. എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 മീഡിയത്തിന്റെ ബൈ എയറിന്റെ. ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു എപ്സിലോൺ 3. ഇതിനെ കൊണ്ട് എഫ് മീഡിയത്തിനകത്ത് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എഫ് മീഡിയം നോക്കിയേ. എഫ് മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/4 എപ്സിലോൺ Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എപ്സിലോൺ നോക്കിയേ, ഇവിടെയും എപ്സിലോണിന്റെ വാല്യൂ ഉണ്ട്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ, എഴുതണ്ട, ഇവിടെ ശ്രദ്ധിച്ചേ. എപ്സിലോണിന്റെ വാല്യൂ ഇവിടെ ഉണ്ട്. ഈ എപ്സിലോണിന്റെ വാല്യൂവിനെ ഞാൻ എന്തുണ്ട് ഇവിടോട്ട് കൊണ്ട് കൊടുത്തേക്കുക. അപ്പൊ എന്ത് വരും? എഫ് മീഡിയം ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോണിന് പകരം എന്ത് കൊടുക്കാം? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ എന്താ ആർ സ്ക്വയർ. ഇൻറ്റു ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻറ്റു ആണെന്ന് അറിയാമല്ലോ അല്ലേ? ഇയാളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഞാൻ വട്ടം ഇട്ട് കാണിക്കാം. ഇയാളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയം കാണും? ആലുവാമണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം വല്ലതും ഉണ്ടോ നോക്കി. ഇയാള് എഫ് എയർ ആണ്. അപ്പം എഫ് മീഡിയവും എഫ് എയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ പറഞ്ഞത്. എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ എന്താ എപ്സിലോൺ ആണ്. അവിടുന്ന് ഇതിനെയും ഒരു ചില്ലിട്ട് വെക്കുക. അതേപോലെ തന്നെ ഫൈനൽ ഇക്വേഷൻ അത് എപ്സിലോൺ ആർ കണ്ടുപിടിച്ച് വെച്ചേക്കുക. അതെന്റേത് എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എന്താണ് എഫ് എയർ ഡിവൈഡ് ബൈ എന്താ എഫ് മീഡിയം. ഇത് ഏറ്റവും ലാസ്റ്റ് എഴുതേണ്ടതാണ്. ഇതും കഴിഞ്ഞിട്ട്